എല്ലാവർക്കും നമസ്കാരം. ഗൗരി കൃഷ്ണൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. എന്നാലും റീസെൻ്റ്ലി ഇട്ടത് എൻ്റെ പുതിയ ഷോർട്ട് ഫിലിമാണ്. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കമൻസ് കിട്ടി. ഐ എം സോ താങ്ക്ഫുൾ. അപ്രീഷിയേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല കമൻസ് ഉണ്ട് അതിനെ ബേസ് ചെയ്ത്. അപ്പോൾ ഇത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ആൻഡ് ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഫോർ എ വെഡ്ഡിങ്. അപ്പോൾ ഞാനിനി ഉടുക്കുന്ന സാരി കുറച്ച് ഹെവിയാണ്. സാരി ഇത് ആക്ച്വലി ലാമിക്കയുടെ ലോഞ്ചിങ് സമയത്ത് ഞാൻ എടുത്ത വീഡിയോസിലുടുത്ത സാരിയാണ്. ഇത് ഞാൻ വാങ്ങിയത് വാരണാസിയിൽ നിന്നാണ് കേട്ടോ. ഞാൻ പ്രയാഗ്രാജ് പോയപ്പം വാരണാസിയിൽ നിന്ന് വാങ്ങിച്ചൊരു ബ്യൂട്ടിഫുൾ സാരി. ഇതൊരു പീക്കോക്ക് ഗ്രീൻ എന്ന് പറയാം. എനിക്കൊന്ന് ഇതിൽ ബ്ലൂ ആയിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ പീക്കോക്ക് ഗ്രീൻ കളർ. ആൻഡ് അതിൻ്റെ ബ്ലൗസ് ഇതാണ്. അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്ത് തന്ന മുഖി ബൂട്ടിക്കാണ് കേട്ടോ. മുഖിയിൽ നിന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്താണ്. ഭയങ്കര പെർഫെക്ഷനാണ് അവർക്ക് എല്ലാ സ്റ്റിച്ചിങ്ങിനും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ലെറ്റ്സ് ബിഗിൻ വിത്ത് ജെൻ്റലി ക്ലെൻസിങ് അവർ ഫേസ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യൂർ സ്കിന്നിൻ്റെ ഈ ഒരു ജെൻ്റൽ ക്ലെൻസ് ഫേസ് വാഷാണ്. ആക്ച്വലി ഇത് നമ്മുടെ സ്കിൻ നല്ല എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നല്ല റിഫ്രഷ്ഡ് ആയിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി ഫേസ് വാഷാണ്. അതുമാത്രമല്ല ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്കിൻ ഒട്ടും ഡ്രൈ ആവില്ല. ഭയങ്കര നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് ആർഗനൈനും ലാക്റ്റിക് ആസിഡുമാണ് അടങ്ങിയിരിക്കുന്നത്. സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫേസ് വാഷാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. ഇത് ക്യൂർ സ്കിന്നിൻ്റെ സെറാമൈഡ് കെയർ ക്രീമാണ്. നമ്മുടെ സ്കിൻ നല്ല നറിഷ് ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഒരു ഡീപ്പ് ഹൈഡ്രേഷനും തരും. നമ്മുടെ സ്കിൻ ഇപ്പോൾ രാവിലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈവനിങ് വരെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡൾനെസ് ഒക്കെ മാറ്റി സ്കിൻ നല്ല ബ്രൈറ്റർ ആക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്ത ഒരു ക്രീമാണിത്. ഇതിൽ ഹൈലറോണിക് ആസിഡ്, സെറാമൈഡ്സ് ആൻഡ് ഒലീവ്സ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ബെനിഫിറ്റ്സ് തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ. പിന്നെ നൈറ്റിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് ക്യൂർ സ്കിന്നിന് തന്നെ ഒരു മൾട്ടി ആക്റ്റീവ് കറക്റ്ററാണ്. ആൻഡ് ഫോർ മൈ നൈറ്റ് സ്കിൻ കെയർ ഞാൻ ഇവരുടെ തന്നെ ഒരു മൾട്ടി ആക്റ്റീവ് കറക്റ്ററാണ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഉറക്കമില്ലാത്തതുകൊണ്ട് എൻ്റെ കണ്ണിന് താഴെ നല്ല ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കറക്റ്റർ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല ചേഞ്ചാണ്. അത്യാവശ്യം നല്ല എൻ്റെ കംപ്ലീറ്റ്ലി ഏകദേശം മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പിമ്പിൾസ് വന്നിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ അതൊക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു ഈവൻ ടോൺ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കറക്റ്ററാണിത്. പിന്നെ ഞാൻ ഇവരുടെ തന്നെ എനിക്ക് ഇവരുടെ പ്രോഡക്റ്റ്സിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു സൂതിങ് ഹൈഡ്രാ ജെല്ല് പറയും. പിമ്പിൾസ് വരുന്നവരാണെങ്കിൽ ഈ ഒരു ജെല്ല് യൂസ് ചെയ്താൽ നമുക്ക് പിമ്പിൾസ് ഒന്നും വരത്തില്ല. കാരണം ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയാണ്, വാട്ടർ ബേസ്ഡ് ആണ്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പെർമനൻ്റ്ലി ഒരു ഗ്ലോ വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്യൂർ സ്കിന്നിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം സൈഡിൽ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും സ്കിൻ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത് തരുന്നത് കൊണ്ട് പെട്ടെന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ആക്ച്വലി ഫൗണ്ടേഷൻ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടുന്ന പോലെയാണ് ഇടാറ്. കാരണം അതൊരു നാച്ചുറൽ ലുക്ക് തരും. അല്ലാതെ എനിക്കിങ്ങനെ ഭയങ്കര കേക്കി ആയിട്ടിരിക്കുന്ന ഒരു ലുക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഫൗണ്ടേഷൻ ഇട്ടതുപോലെ എനിക്ക് തോന്നരുത്. അത് ഭയങ്കര ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. സോ എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ട് ലൈക്ക് ഇപ്പോൾ ചിലർക്ക് ഉണ്ടല്ലോ ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരുപാട് ഇട്ട് മേക്കപ്പ് ചെയ്തു എന്ന് തോന്നാൻ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫൗണ്ടേഷൻ ഒരു 2-3 ഡ്രോപ്സ് ഓഫ് ഫൗണ്ടേഷൻ നിങ്ങളുടെ മോയ്സ്ചറൈസറിൽ മിക്സ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടുന്ന പോലെ ഇട്ടാൽ ഭയങ്കര നാച്ചുറൽ ലുക്കാണ്. നമ്മളൊരിക്കലും ഇങ്ങനെ ഫൗണ്ടേഷൻ ഇങ്ങനെ പുട്ടി അടിച്ച പോലെ ഇരിക്കത്തില്ല. സോ ദിസ് ഇസ് എ വെരി ഗുഡ് ട്രിക്ക്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് മോയ്സ്ചറൈസർ, കുറച്ച് ഫൗണ്ടേഷൻ, ഒരുപാട് എടുക്കല്ലേ. ഇതൊരു ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഒരു ഡ്രോപ്പ് ഇട്ടിട്ടുള്ളത്. മിക്സ് ഇറ്റ് വെൽ. കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ഐ ഷാഡോസിന് അത്ര ക്രേസ് ഉള്ള ഒരാളല്ലായിരുന്നു കേട്ടോ. എപ്പോഴും ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈയിടെ കുറച്ച് മാറ്റി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നൊരു പീച്ച് കളർ ഷെയ്ഡാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്.
നെക്സ്റ്റ് നമുക്ക് ലൈറ്റായിട്ടൊന്ന് കോൺടൂർ ചെയ്ത് കൊടുക്കാം. വെരി ഡാർക്ക് ഷെയ്ഡ്. ആക്ച്വലി നമ്മൾ ഫൗണ്ടേഷനും ഈ കോൺടൂറിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു പെർഫെക്ഷൻ എന്ത് സ്പോഞ്ച് യൂസ് ചെയ്താലോ ബ്രഷ് ചെയ്താലോ കിട്ടത്തില്ല. സോ ഞാൻ എപ്പോഴും കൈയാണ് യൂസ് ചെയ്യാറ്. ഞാൻ ജോ ലൈൻ മാത്രമേ ആ ഒരു കോൺടൂറിങ് ചെയ്യുള്ളൂ. എനിക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചെറിയ ഫോട്ടോഷൂട്ട്സിലൊക്കെ നോക്കിയാൽ അറിയാം, ഇവിടെ കോൺടൂർ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഫേസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആവും, വേറെ ആരോ പോലെയൊക്കെ തോന്നും. സോ ഞാനിപ്പം കഴിവതും ഇവിടെ ചെയ്യാറില്ല. പിന്നെ ചില മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരുടേതായ ഒരു രീതിയുണ്ട്. ഞാൻ ഒരിക്കലും ഇപ്പം അവരുടെ കൊളാബിന് പോവുകയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പം ഞാൻ അതിനകത്ത് ഒരിക്കലും അഭിപ്രായം പറയാൻ പോകത്തില്ല. സോ എനിക്ക് പേഴ്സണലി എനിക്കിവിടെ കട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല. ആൻഡ് ചെറുതായിട്ടൊന്ന് നോസ് കിട്ടും. ഫൈനലി കുറച്ച് ഹൈലൈറ്ററും കൂടെ ഇടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാൻ. പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പ് ആണ് ഇഷ്ടം. ഈ ഗ്ലിറ്റേഴ്സ് ഉള്ള ഹൈലൈറ്റേഴ്സ് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല. ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഓയിൽ ബേസ്ഡ് ഹൈലൈറ്റേഴ്സാണ് പൊതുവേ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ട്രഡീഷണൽ ആയിട്ട് ഒരുങ്ങുന്ന ദിവസം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ജുംക്കാസ് ആണ്. ഇന്ന് അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ജുംക്കയാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കൂടാതെ ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഈ ഒരു മുല്ലമട്ടമാല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെങ്കിലും എനിക്ക് ഈ ഒരു സാരിയുടെ കൂടെ ഇത് പോകുന്ന പോലെ തോന്നിയില്ല. സോ ഞാനിത് വേണ്ടാന്ന് വെച്ചു. എന്തൊക്കെ ഓർണമെൻറ്റ്സ് ഇട്ടെന്ന് പറഞ്ഞാലും എനിക്ക് കുപ്പിവള അതില്ലാതെ എനിക്ക് പറ്റില്ല. എനിക്ക് നോർമലി ഈ ഒരു നമ്മുടെ ഗോൾഡ് വളകളെക്കാട്ടിലൊക്കെ ഒരുപാട് ഇഷ്ടം കുപ്പിവളകൾ ഇടാനായിട്ടുണ്ട്. അതെന്തോ ഒരു കൊച്ചിലേ മുതൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കുപ്പിവള. എനിക്ക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഓഫ് കുപ്പിവളകൾ ഉണ്ട് താനും. ഈ ഒരു സാരിക്ക് മാച്ച് ചെയ്തൊരു കുപ്പിവള എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കുഞ്ഞ് നീല പൊട്ടോടെ ഇട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഈ സാരി ഒത്തിരി ഇഷ്ടമായി കേട്ടോ. പണ്ടത്തെ സിനിമകളിലൊക്കെ കാണുന്ന സാരിയാണ്. ഞാൻ പണ്ട് ശ്രീദേവിയുടെയൊക്കെ സിനിമ കാണുമ്പോൾ പറയാമായിരുന്നു എനിക്ക് അങ്ങനത്തെ സാരി വേണം എന്നൊക്കെ. അപ്പോൾ ആ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. ബ്ലൗസ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അവർ. എനിവേ ഐ റിയലി ലവ്ഡ് മൈ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.